Hi all, welcome to Ignite Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ബോർഡ് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോകുന്ന +2 CBSE സ്റ്റുഡൻസിന് വേണ്ടി ഫിസിക്സിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ദെൻ യൂണിറ്റ് വൈസ് ആൻഡ് ചാപ്റ്റർ വൈസ് മാർക്സ് വെയിറ്റേജ്, പിന്നെ തിയറി ആൻഡ് പ്രാക്ടിക്കൽസിൻ്റെ മാർക്സ് വെയിറ്റേജ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ, എങ്ങനെയാണ് ഏത് സെക്ഷൻ എന്നൊക്കെയാണ് കൂടുതൽ മാർക്സ് വെയിറ്റേജ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. As you can see, there are 9 units and 14 chapters in your physics syllabus. നമുക്ക് ആദ്യം യൂണിറ്റ് വൈസ് ആയിട്ടുള്ള മാർക്സിൻ്റെ വെയിറ്റേജ് നോക്കാം, അതിനുശേഷം ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള മാർക്സിൻ്റെ വെയിറ്റേജ് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂണിറ്റ് 1 നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ദർ ആർ 2 chapters in this unit. ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. And the second chapter is electrostatic potential and capacitance. Electrostatic potential and capacitance. നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുന്ന 2 ചാപ്റ്ററാണ് സ്റ്റാറ്റിക് ചാർജസിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ദെൻ യൂണിറ്റ് 2 ഈസ് കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് നമ്മളെ യൂണിറ്റ് 2. ദർ ഈസ് ഓൺലി 1 ചാപ്റ്റർ ഇൻ ദിസ് യൂണിറ്റ്, കറണ്ട് ഇലക്ട്രിസിറ്റി. ഈ രണ്ടിനും കൂടിയാണ് നിങ്ങൾക്ക് 16 മാർക്സിൻ്റെ വെയിറ്റേജ് വരുന്നത്. യൂണിറ്റ് 1 + യൂണിറ്റ് 2 ആണ് നിങ്ങൾക്ക് 16 മാർക്സിൻ്റെ വെയിറ്റേജ് വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ യൂണിറ്റ് 3 മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട് ആൻഡ് മാഗ്നറ്റിസം. മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട് ആൻഡ് മാഗ്നറ്റിസം. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചാപ്റ്റർ 4 ആണ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ദെൻ ചാപ്റ്റർ 5 മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ചാപ്റ്റർ 5 മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ഓക്കെ, കട്ടെ. Then unit 4 electromagnetic induction and alternating currents. There are 2 chapters in this unit. First chapter electromagnetic induction, then chapter 7 alternating current. ഇതിന് ടോട്ടലാണ് നിങ്ങളെ വെയിറ്റേജ് 17. അതായത് യൂണിറ്റ് 3 + യൂണിറ്റ് 4. യൂണിറ്റ് 3 + യൂണിറ്റ് 4 ആണ് നിങ്ങളുടെ 17 മാർക്സിൻ്റെ വെയിറ്റേജ് വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ യൂണിറ്റ് 5 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. നമുക്ക് CBSEയുടെ ടെക്സ്റ്റ് 2 മോഡ്യൂളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് വരുന്ന ലാസ്റ്റ് ചാപ്റ്ററാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നതാണ്. സെക്കൻഡ് മോഡ്യൂളിലാണ് നമുക്ക് ബാക്കിയുള്ള ഒപ്റ്റിക്സും സെമി കണ്ടക്ടർ ഫിസിക്സും ആറ്റംസ് ന്യൂക്ലിയർ പോലത്തെ ചാപ്റ്റേഴ്സ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, ഇതാണ് നമ്മൾ യൂണിറ്റ് 5 വരുന്നത്. ദെൻ യൂണിറ്റ് 6 മീൻസ് ഒപ്റ്റിക്സ് ആണ്. യൂണിറ്റ് 6 ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും. റേ ഒപ്റ്റിക്സ് ആൻഡ് വേവ് ഒപ്റ്റിക്സ്. ഇതിന് കളക്റ്റീവായിട്ടാണ് നിങ്ങൾക്ക് 18 മാർക്സിൻ്റെ വെയിറ്റേജ് വരുന്നത്. യൂണിറ്റ് 5 + യൂണിറ്റ് 6 ആണ് നിങ്ങളെ 18 മാർക്സിൻ്റെ വെയിറ്റേജ് വരുന്നത്. ഓക്കെ, then യൂണിറ്റ് 7 ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ ആണ്. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ മാറ്റർ തന്നെയാണ് ചാപ്റ്ററിൻ്റെ പേര്, ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ മാറ്റർ. ദെൻ യൂണിറ്റ് 8 ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ. 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, ആറ്റംസും ന്യൂക്ലിയർ. സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. ഇതിന് മൊത്തമാണ് നിങ്ങളെ വെയിറ്റേജ് 12. ഓക്കെ ആണല്ലോ. യൂണിറ്റ് 7 + യൂണിറ്റ് 8. യൂണിറ്റ് 7 + യൂണിറ്റ് 8 ആണ് നിങ്ങളെ യൂണിറ്റ് വൈസ് വെയിറ്റേജ് 12 ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് യൂണിറ്റ് 9 ഇലക്ട്രോണിക് ഡിവൈസ്. നമ്മുടെ സെമി കണ്ടക്ടർ ഫിസിക്സ്, ഡയോഡ്സ്, ട്രാൻസിസ്റ്റർ പോലത്തെ കാര്യങ്ങൾ പഠിക്കുന്ന സെമി കണ്ടക്ടർ ഫിസിക്സ്. ചാപ്റ്ററിൻ്റെ പേര് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്, മെറ്റീരിയൽസ്, ഡിവൈസസ് ആൻഡ് സിമ്പിൾ സർക്യൂട്ട്സ്. അതിന് വരുന്ന വെയിറ്റേജ് 7 മാർക്സ് ആണ്. അങ്ങനെ നിങ്ങളെ ടോട്ടൽ തിയറി പാർട്ട് 70 മാർക്സിൻ്റെ ടോട്ടൽ തിയറി പാർട്ട് യൂണിറ്റ് വൈസ് വെയിറ്റേജ് ആണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ദെൻ നമുക്കിനി ചാപ്റ്റർ വൈസ് വെയിറ്റേജ് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് വരുന്നത്. യൂണിറ്റ് 1 and 2. യൂണിറ്റ് 1 നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ആയിരുന്നു ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അതിൻ്റെ വെയിറ്റേജ് 5 മാർക്സ് ആണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൻ്റെ വെയിറ്റേജ് 5 മാർക്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൻ്റെ വെയിറ്റേജ് 5 മാർക്സ് ആണ്. അപ്പോൾ യൂണിറ്റ് 1 നമുക്ക് വരുന്നത് ഈ 2 ചാപ്റ്റേഴ്സ് ആണ്. യൂണിറ്റ് 1 വരുന്നത് ഈ 2 ചാപ്റ്റേഴ്സിലും 5 + 5 ടോട്ടൽ വെയിറ്റേജ്. യൂണിറ്റ് 1 10 മാർക്സിൻ്റെ വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, ദെൻ യൂണിറ്റ് 2
നമുക്ക് വരുന്ന ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി ആയിരുന്നു. 6 മാർക്സിൻ്റെ വെയിറ്റേജ് ഉണ്ട് കറണ്ട് ഇലക്ട്രിസിറ്റിക്ക്. അങ്ങനെ ടോട്ടൽ യൂണിറ്റ് 1+2 16 മാർക്സിൻ്റെ വെയിറ്റേജ് ഉണ്ടാവും. ഓക്കെ. ദെൻ യൂണിറ്റ് 3 and 4. യൂണിറ്റ് 3 and 4. യൂണിറ്റ് 3 and 4 നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് യൂണിറ്റ് 3 മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആയിരുന്നു. ഓക്കെ. ദെൻ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇതിന് രണ്ടിനും വരുന്ന വെയിറ്റേജ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം 6 മാർക്സ്, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ 5 മാർക്സ്. അപ്പോൾ ഇത് നമ്മളെ യൂണിറ്റ് 3 നമുക്ക് വരുന്ന വെയിറ്റേജ് 11 മാർക്സ് ആണ്. യൂണിറ്റ് 3ക്ക് വരുന്ന വെയിറ്റേജ് 11 മാർക്സ് ആണ്. ദെൻ യൂണിറ്റ് 4 ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന് വരുന്ന വെയിറ്റേജ് 4 മാർക്സ് ആണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ടിന് വരുന്ന വെയിറ്റേജ് 2 മാർക്സ് ആണ്. അപ്പം ടോട്ടൽ ഓഫ് 6 മാർക്സ്. സോ 11 + 6 17 മാർക്സിൻ്റെ വെയിറ്റേജ് ആണ് യൂണിറ്റ് 3 and 4 വരുന്നത്. ഓക്കെ. 5 and 6. യൂണിറ്റ് 5 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. യൂണിറ്റ് 5ൻ്റെ വെയിറ്റേജ് 4 മാർക്സ് ആണ്. ഓക്കെ. യൂണിറ്റ് 6 നമുക്ക് 2 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ദെൻ വേവ് ഒപ്റ്റിക്സ്. ഇത് യൂണിറ്റ് 6 ആണ്. ഈ 2 ചാപ്റ്റേഴ്സിൻ്റെ റേ ഒപ്റ്റിക്സിൻ്റെ വെയിറ്റേജ് 10 മാർക്സും വേവ് ഒപ്റ്റിക്സിൻ്റെ വെയിറ്റേജ് 4 മാർക്സും ആണ്. അപ്പോൾ 10 + 4 14. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ വെയിറ്റേജ് 4. സോ ടോട്ടൽ ഓഫ് 18 മാർക്സ്. ഓക്കെ. ദെൻ യൂണിറ്റ് 7 and 8. യൂണിറ്റ് 7 and 8 നമുക്ക് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ ആണ് നമ്മളെ യൂണിറ്റ് 7 വരുന്നത്. ദെൻ യൂണിറ്റ് 8 നമുക്ക് 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ. ഇതാണ് യൂണിറ്റ് 8 വരുന്നത്. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്ററിന് 4 മാർക്സിൻ്റെ വെയിറ്റേജ്, ആറ്റംസിന് 4 മാർക്സിൻ്റെ വെയിറ്റേജ്, ന്യൂക്ലിയർക്ക് 4 മാർക്സിൻ്റെ വെയിറ്റേജ്, ടോട്ടൽ ഓഫ് 12 മാർക്സ്. ഓക്കെ. ദെൻ യൂണിറ്റ് 9, our last unit. There is only one chapter, semiconductor electronics, materials, device and circuits, 7 marks. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ യൂണിറ്റിനും ലാസ്റ്റത്തെ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ്. ഇങ്ങനെയാണ് ടോട്ടൽ നമുക്ക് 70 മാർക്സിന് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് വരുന്നത്. ഓക്കെ ആണല്ലോ. നമുക്കിനി ഡീറ്റെയിൽഡ് സിലബസും 2025-26 ഡീറ്റെയിൽഡ് സിലബസും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും നോക്കാം. ഓക്കെ. ദെൻ ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇതിൽ വരുന്ന ടോപ്പിക്സ് ഇലക്ട്രിക് ചാർജസ്, കൺസർവേഷൻ ഓഫ് ചാർജസ്, കൂളോംസ് ലോ, ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. കൂളോംസ് ലോ, ഫോഴ്സ് ബിറ്റ്വീൻ 2 point ചാർജസ്, ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആൻഡ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഡൈപോൾ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ, ടോർക്ക് ഓൺ എ ഡൈപോൾ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേ പറ്റുള്ളൂ നിങ്ങൾ എന്തായാലും. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ദെൻ ഇലക്ട്രിക് ഫ്ലക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗോസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോസ് തിയറം അതിൻ്റെ ആപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആപ്ലിക്കേഷൻ ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ, ഇലക്ട്രിക് ഫീൽഡ് ആപ്ലിക്കേഷൻ due to infinitely long straight wire, uniformly charged infinite plate sheet, uniformly charged thin spherical shell. ഇതിൽ 3 ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ മിക്കവാറും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് അതിന് സിലബസ് പറയാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ്, ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈപോൾ ആൻഡ് സിസ്റ്റം ഓഫ് ചാർജസ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫേസസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഇമ്പോർട്ടൻ്റ് ആണ്. സിസ്റ്റം ഓഫ് 2 point ചാർജസ് ആൻഡ് ഇലക്ട്രോ ഡൈപോൾ ഇൻ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്, ഫ്രീ ചാർജസ് ആൻഡ് ബൗണ്ട് ചാർജസ് ഇൻസൈഡ് എ കണ്ടക്ടർ, ഡൈഇലക്ട്രിക്സ് ആൻഡ് ഡൈഇലക്ട്രിക് പോളറൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ് മിക്കവാറും നമുക്കത് എക്സാമിന് ചോദിക്കും. കപ്പാസിറ്റേഴ്സ് നമുക്ക് സീരീസും പാരലൽ 2 കോമ്പിനേഷൻ ഉണ്ട്. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ മിക്കവാറും നമുക്ക് തിയറി പാർട്ടിലോ പ്രോബ്ലംസിലോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കതിൻ്റെ ഇക്വേഷൻ അറിയാം, C = A∪0/d നമ്മൾ പഠിച്ചതാണ്. ഓക്കെ. ദെൻ വിത്തൗട്ട് ഡൈഇലക്ട്രിക് മീഡിയം, ദെൻ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അതിന് ഡെറിവേഷൻ ഇല്ല, ഫോർമുല മാത്രം പഠിച്ചാൽ മതി, ഡെറിവേഷൻ ഇല്ല. ഓക്കെ. ദെൻ കറണ്ട് ഇലക്ട്രിസിറ്റി
current, electricity, electric current, flow of electric charges in a metallic conductor, drift velocity important ആണ്, mobility important ആണ്, and the relation with electric current, Ohm's law important ആണ്, VI characteristics നമുക്ക് ഗ്രാഫ് ചോദിക്കാറുണ്ട്, linear and non-linear graphs, then electrical energy and power, electrical resistivity and conductivity important ആണ്, temperature dependence of resistance നമുക്കൊരു equation ഉണ്ട്, പഠിക്കുക, then internal resistance of a cell important ആണ്, potential difference and EMF of cell, combination of cells, നമ്മൾ കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ പോലെ സെൽസിൻ്റെയും കോമ്പിനേഷൻ ഉണ്ട്, ഓക്കെ. ദെൻ കിർഷോഫ്സ് റൂള് വളരെ ഇമ്പോർട്ടൻ്റ്, 2 ലോ ഉണ്ട്, കറണ്ട് ലോയും വോൾട്ടേജ് ലോയും, ഓക്കെ. ദെൻ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ളൊരു സെക്ഷനാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, ഓക്കെ. Then moving charges and magnetism, concept of magnetic field, Oersted experiment, Biot-Savart's law വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, Biot-Savart's law ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണ്, Biot-Savart's law and its application to current carrying circular loop. Then Ampere circuit law, Ampere's law വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, application to infinitely long straight wire, straight solenoid, അതിൽ നമുക്ക് ക്വാളിറ്റേറ്റീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ വേണ്ടൂ, ഇക്വേഷൻസും കാര്യങ്ങളും വേണ്ട, ഓക്കെ. ദെൻ ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, force on a current carrying conductor in a uniform magnetic field, force between two parallel currents വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, force between two parallel current carrying conductors, then torque experienced by a current loop in a uniform magnetic field important ആണ്. ദെൻ മൂവിങ് കോയിൽ കാൽവനോമീറ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് നിങ്ങൾ എക്സാമിന്, പബ്ലിക് എക്സാമിന്, ബോർഡ് എക്സാമിന് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റനാണ് ഈ മൂവിങ് കോയിൽ കാൽവനോമീറ്ററിൻ്റെ കൺവേർഷൻ, ഓക്കെ. ഇറ്റ്സ് കറണ്ട് സെൻസിറ്റിവിറ്റി ആൻഡ് കൺവേർഷൻ ടു അമ്മീറ്റർ ആൻഡ് വോൾട്ട്മീറ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സെക്ഷനാണ് മൂവിങ് കോയിൽ കാൽവനോമീറ്റർ, ഓക്കെ. ദെൻ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്, വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ബാർ മാഗ്നറ്റ് ആസ് എൻ ഈക്വലൻ്റ് സോളിനോയിഡ്, ക്വാളിറ്റേറ്റീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു മാഗ്നറ്റിക് ഡൈപോൾ along its axis and perpendicular to its axis, torque on a magnetic dipole important ആണ്, torque on a magnetic dipole, bar magnet in a uniform magnetic field lines, magnetic properties ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക്. അതിൻ്റെ എക്സാമ്പിൾസ് മിക്കവാറും അധിക ടൈമിലും ചോദിച്ച് കാണാറുണ്ട്. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അതും കൂടി പഠിക്കാൻ ശ്രദ്ധിക്കുക, ഓക്കെ. Then electromagnetic induction Faraday's law important ആണ്, induced EMF and current, Lenz's law വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ വളരെ ചെറിയ ചാപ്റ്ററാണ്, സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, അതിൻ്റെ ഇക്വേഷൻസ്, ഇത്രയും കാര്യങ്ങളെ ഇതിൽ പഠിക്കാനുള്ളൂ. ഈ പറയുന്നത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, എല്ലാം നിങ്ങൾ കവർ ചെയ്യുന്നത് നല്ലതാണ്, ഈ പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത സെക്ഷനാണ് ഈ അണ്ടർലൈൻ ചെയ്യുന്നത്, ഓക്കെ ആണല്ലോ. ദെൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് പീക്ക് ആൻഡ് RMS വാല്യൂ, അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് നോക്കുക. ദെൻ LCR സീരീസ് സർക്യൂട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഫേസേഴ്സ് മാത്രം വരച്ചാൽ മതി, നിങ്ങൾ ഫേസർ ഡയഗ്രാം മാത്രം വരച്ച് പഠിക്കുക, ഓക്കെ. പിന്നെ പവർ ഇൻ AC സർക്യൂട്ട്, പവർ ഫാക്ടർ, വാട്ട്ലെസ് കറണ്ട്, AC ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ഇതിൻ്റെ ഇക്വേഷൻസ്, AC ജനറേറ്ററിൻ്റെ ഡയഗ്രാം പഠിക്കാൻ മറന്നു, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. AC ജനറേറ്റർ, ട്രാൻസ്ഫോമർ, AC ജനറേറ്ററിൻ്റെ ഡയഗ്രാം, ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻസ്, ട്രാൻസ്ഫോമറിൻ്റെ ബേസിക്കായിട്ട് 2 ഇക്വേഷൻസ് വരുന്നുണ്ട്, ആ 2 ഇക്വേഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഓക്കെ. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ബേസിക് ഐഡിയ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ട്രാൻസ്വേഴ്സ് നേച്ചർ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, ആ സ്പെക്ട്രം നമ്മളൊന്ന് ഓർമ്മിച്ച് നോക്കുക. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, അത് പഠിക്കാൻ വേണ്ടി നമ്മളൊരു കീവേഡൊക്കെ പറഞ്ഞിരുന്നു, RMI,
lux G. RMI lux G. R means radio waves, M microwaves, I infrared, L visible light, U ultraviolet, X X-rays, G gamma rays. Okay. അതിൻ്റെ യൂസസും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. യൂസസ് മിക്ക എക്സാമിനും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. ദെൻ നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നത് യൂണിറ്റ് 6 ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സ്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, സ്പെറിക്കൽ മിറേഴ്സ്, മിറർ ഫോർമുല, ഇതൊക്കെ നമ്മൾ 10th പഠിച്ചതാണ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, റിഫ്രാക്ഷൻ അറ്റ് സ്പെറിക്കൽ സർഫീസസ്, ലെൻസ് മേക്കേഴ്സ്, തിൻ ലെൻസ് ഫോർമുല, ലെൻസ് മേക്കേഴ്സ് ഫോർമുല വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക എക്സാമിനും അതിൻ്റെ ഡെറിവേഷൻസ് ചോദിച്ച് കാണാറുണ്ട്. ദെൻ മാഗ്നിഫിക്കേഷൻ, പവർ ഓഫ് ലെൻസ്, കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട്, ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ പ്രിസം, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, മൈക്രോസ്കോപ്പ് ആൻഡ് ടെലിസ്കോപ്പ്, ഇപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും സിമ്പിൾ മൈക്രോസ്കോപ്പും നിങ്ങളത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സ് ആണ്. വേവ് ഫ്രണ്ട് ആൻഡ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ, ഹൈഗൻസ് പ്രിൻസിപ്പിൾ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലെയിൻ വേവ് യൂസിങ് വേവ് ഫ്രണ്ട് എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. പ്രൂഫ് ഓഫ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ, ഹൈഗൻസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മളതിന് പ്രൂഫ്, അതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ആൻഡ് ഇസ് എക്സ്പ്രഷൻ ഫോർ ഫ്രിഞ്ച് വിഡ്ത്ത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ആൻഡ് ഫ്രിഞ്ച് വിഡ്ത്ത്. ഓക്കെ, കൊഹിറൻറ്റ് സോഴ്സസ് ആൻഡ് സസ്റ്റൈൻഡ് ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ്, അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ പഠിക്കേണ്ടെന്നല്ല പറയുന്നത്, എല്ലാം പഠിക്കണം. പക്ഷേ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ദെൻ ഡിഫ്രാക്ഷൻ ഡ്യൂ ടു സിംഗിൾ സ്ലിറ്റ്, വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ യൂണിറ്റ് 7 ആണ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഹെഡ്സ് ആൻഡ് ലിനാർഡ്സ് ഒബ്സർവേഷൻസ്, ഇതൊക്കെ പഠിക്കണം നിങ്ങൾ. ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻസ് പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. മാറ്റർ വേവ്സ് ഓർമ്മിച്ച് നോക്കണം. ഡി ബ്രോഗ്ലി റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡി ബ്രോഗ്ലി റിലേഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, then atoms and nuclei, ആറ്റംസിൽ വരുന്നത് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം, ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം, എക്സ്പ്രഷൻ ഫോർ റേഡിയസ് ഇൻ ദ nth പോസിബിൾ ഓർബിറ്റ്, ഇത് മിക്കവാറും പ്രോബ്ലംസിൽ മിക്ക എക്സാമിനും കണ്ടുവരാറുണ്ട്. വെലോസിറ്റി ആൻഡ് എനർജി ഓഫ് ഇലക്ട്രോൺ പഠിക്കുക, അതിൻ്റെ എക്സ്പ്രഷൻസ് പഠിക്കുക. ഹൈഡ്രജൻ ലൈൻ സ്പെക്ട്ര വളരെ ഇമ്പോർട്ടൻറ്റ്, ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡ്രജൻ ലൈൻ സ്പെക്ട്ര. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് ന്യൂക്ലിയൈ. ന്യൂക്ലിയയിൽ നമുക്ക് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാസ് എനർജി റിലേഷനാണ്. പിന്നെ മാസ് ഡിഫക്റ്റും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, ഇത് പഠിക്കാതിരിക്കരുത് നിങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാസ് ഡിഫക്റ്റ് ആൻഡ് ബൈൻഡിങ് എനർജി, മാസ് ഡിഫക്റ്റ് ആൻഡ് ബൈൻഡിങ് എനർജി, ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദെൻ നമ്മളെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് എനർജി ബാൻഡ്സ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക എന്തായാലും. എനർജി ബാൻഡ്സ്, സെമി കണ്ടക്ടർ, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ്, പി എൻ ജംഗ്ഷൻ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും നിങ്ങളത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഓക്കെ, പി ആൻഡ് എൻ ടൈപ്പ്, പി എൻ ജംഗ്ഷൻ ഡയോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെമി കണ്ടക്ടർ IV ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസിങ്. ദെൻ ഡയോഡാസ് റെക്ടിഫയർ, മിക്ക എക്സാമിനും കാണാൻ പറ്റും ഡയോഡാസ് റെക്ടിഫയർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് സിലബസും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്സിൻ്റെ വെയിറ്റേജും കാര്യങ്ങളുമാണ്. ഓക്കെ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാംസിന്, തിയറി എക്സാമിന് നമുക്ക് 70 മാർക്സ് ആണുള്ളത്. തിയറി എക്സാമിന് നമുക്ക് 70 മാർക്സും
പ്രാക്ടിക്കൽ എക്സാമിന് 30 മാർക്സുമാണ്. നിങ്ങൾക്കറിയാം 70 + 30 100 ആണ് ടോട്ടൽ മാർക്സ്. ഓക്കെ, അതിൽ 30 മാർക്സിൻ്റെ പ്രാക്ടിക്കൽസിൽ നിങ്ങൾക്ക് യു ഹാവ് ടു റെക്കോർഡ് അറ്റ്ലീസ്റ്റ് 8 എക്സ്പെരിമെൻറ്റ്സ്. 2 സെക്ഷൻ ഉണ്ടാവും, എയും ബിയും, A+B. അതിൽ 4+4 നിങ്ങൾക്ക് 8 എക്സ്പെരിമെൻറ്റ്സ് ആണ് വരുന്നത്. ടു ബി പെർഫോംഡ് ബൈ ദ സ്റ്റുഡൻസ്. നിങ്ങൾ ആ സ്റ്റുഡൻസ് ചെയ്യണം 4+4 എക്സ്പെരിമെൻറ്റ്. ആൻഡ് ഓൾസോ യു ഹാവ് ടു റെക്കോർഡ് അറ്റ്ലീസ്റ്റ് 6 ആക്ടിവിറ്റീസ്. 3+3 എയും ബിയിലും നിങ്ങൾ 3+3 മൊത്തം 6 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ദെൻ നിങ്ങളെ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ റെക്കോർഡ്സും. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ മാർക്കിംഗ് സ്കീം നോക്കാം. നമ്മൾ 2 എക്സ്പെരിമെൻറ്റ്സ് ചെയ്യണം ഫ്രം ഈച്ച് സെക്ഷൻ. അതായത് സെക്ഷൻ എ എന്നും സെക്ഷൻ ബി എന്നും 7 മാർക്സാണ് ഓരോ എക്സ്പെരിമെൻറ്റ്. സോ 7 + 7 = 14 മാർക്സ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ഉണ്ടാവും. ദെൻ റെക്കോർഡ് നിങ്ങൾക്ക് 5 മാർക്സിനാണ് വരുന്നത്. റെക്കോർഡ് 5 മാർക്സിൻ്റെ റെക്കോർഡിന് മാർക്സ് ഉണ്ടാവും. ദെൻ 1 ആക്ടിവിറ്റി ഫ്രം എനി സെക്ഷൻ, ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിന്ന് ഒരു ആക്ടിവിറ്റി, അത് നിങ്ങൾക്ക് 3 മാർക്സിൻ്റെ വെയിറ്റേജ് ആണ്. ദെൻ ഇൻ പ്രൊജക്റ്റ്, നിങ്ങളുടെ പ്രൊജക്റ്റിന് 3 മാർക്സാണ്. ഓക്കെ, ദെൻ നിങ്ങളുടെ നിങ്ങളുടെ ആക്ടിവിറ്റീസും നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇൻവിജിലേറ്റേഴ്സ് നിങ്ങളോട് ചോദിക്കുക. ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. 5 മാർക്സ്, അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 30 മാർക്സ്. സോ 70 + 30 100 മാർക്സ്. ഇങ്ങനെയാണ് നിങ്ങളെ മൊത്തം +2വിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും